ഭൗതികശാസ്ത്ര മേഖലയ്ക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയവരിൽ ഒരാളായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ. ആധുനിക ലോകത്തെ രൂപപ്പെടുത്തുന്നതിൽ ഐൻസ്റ്റീന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീന്റെ തലച്ചോർ ഒരിക്കൽ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ആൽബർട്ട് ഐൻസ്റ്റീന്റെ തലച്ചോർ ആരാണ് മോഷ്ടിച്ചതെന്നും എന്തിനാണ് അവർ അത് ചെയ്തതെന്നും നമുക്ക് നോക്കാം. ആൽബർട്ട് ഐൻസ്റ്റീൻ ജീവിച്ചിരുന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു. ഭൗതികശാസ്ത്രത്തിനുള്ള നൊബൽ സമ്മാന ജേതാവായ അദ്ദേഹം നിരവധി സംഭാവനകൾ ശാസ്ത്രലോകത്ത് നൽകിയിട്ടുണ്ട്. നിരവധി കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആപേക്ഷികത സിദ്ധാന്തമായ E=mc² ലോകത്തെ കീഴ്മേൽ മറിച്ചു എന്ന് തന്നെ പറയാം. ഇന്നും ആപേക്ഷികത സിദ്ധാന്തം ആധുനിക ഭൗതികശാസ്ത്രത്തിന്റെ രണ്ട് തൂണുകളിൽ ഒന്നാണ്. ഇത് ലോകത്തെ മാറ്റിമറിക്കുന്ന നിരവധി ആശയങ്ങൾക്ക് കാരണമായി. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. 1879 ബ്രിട്ടനിൽ ജനിച്ച അദ്ദേഹം ജീവിതത്തിന്റെ അവസാന 20 വർഷം അമേരിക്കയിലാണ് താമസിച്ചത്. US സംസ്ഥാനമായ ന്യൂജേഴ്സിയിലെ പ്രിൻസ്റ്റൺ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. അപ്പോഴാണ് ആ വിചിത്രമായ സംഭവം നടന്നത്. അതായത് അതേ ആശുപത്രിയിലെ ഒരു പാത്തോളജിസ്റ്റ് തോമസ് ഹാർവി ഐൻസ്റ്റീന്റെ മരിച്ചുപോയ ശരീരത്തിന്റെ തലയോട്ടി തുറന്ന് അദ്ദേഹത്തിന്റെ തലച്ചോറ് മോഷ്ടിച്ചു. ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായ ശേഷം ഐൻസ്റ്റീന്റെ കുടുംബം അദ്ദേഹത്തിന്റെ മൃതദേഹം വാങ്ങി പതിവ് പോലെ ദഹിപ്പിച്ചു. അടുത്ത ദിവസം തന്നെ ന്യൂയോർക്ക് ടൈംസ് ഐൻസ്റ്റീന്റെ തലച്ചോർ ഗവേഷണ ആവശ്യങ്ങൾക്കായി മോഷ്ടിക്കപ്പെട്ടുവെന്ന് റിപ്പോർട്ട് ചെയ്തു. ഇത് വായിച്ച് ഐൻസ്റ്റീന്റെ കുടുംബം ഞെട്ടിപ്പോയി. കാരണം ഐൻസ്റ്റീൻ തന്റെ തലച്ചോറോ ശരീരമോ പഠനത്തിന് വിധേയമാക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. ദൈവത്തെ പോലെ തന്നെ ആരും ആരാധിക്കാൻ പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ടാണ് മരണശേഷം മൃതദേഹം ദഹിപ്പിച്ച് ചാരം രഹസ്യമായി വിതരണമെന്ന് ഐൻസ്റ്റീൻ പറഞ്ഞിരുന്നത്. എന്നിരുന്നാലും ആരും അറിയാതെ തലച്ചോറ് മോഷ്ടിച്ച ഹാർവി അതിനെ സംരക്ഷിച്ചു വരികയാണ്. അദ്ദേഹം ഐൻസ്റ്റീന്റെ തലച്ചോറിന്റെ പല കോണുകളിൽ നിന്നും ഫോട്ടോ എടുത്ത് 240 കഷ്ണങ്ങളായി മുറിച്ച് പരിശോധിച്ചു. ഈ സംഭവം അക്കാലത്ത് വലിയ ചർച്ചാ വിഷയമായി മാറിയിരുന്നു. ഐൻസ്റ്റീന്റെ മകൻ ഹാൻസ് ആൽബർട്ട് ശാസ്ത്രീയ ആവശ്യങ്ങൾക്കായി മാത്രം ഗവേഷണം നടത്താൻ അനുമതി നേടി. ഇത് ഹാർവിക്ക് ആ ആശുപത്രിയിലെ ജോലി നഷ്ടപ്പെടാൻ കാരണമായി. എന്നിരുന്നാലും അദ്ദേഹം ഐൻസ്റ്റീന്റെ തലച്ചോറുമായി പോയി. അടുത്ത 23 വർഷം അദ്ദേഹം എവിടെയായിരുന്നുവെന്ന് ആർക്കും അറിയില്ല. 240 കഷ്ണങ്ങളായി മുറിച്ച ഐൻസ്റ്റീന്റെ തലച്ചോറുമായി അദ്ദേഹം പഠനം തുടർന്നു. എങ്ങനെയോ ഒരു റിപ്പോർട്ടർക്ക് ഹാർവിയെ കണ്ടെത്തി അഭിമുഖം നടത്താൻ കഴിഞ്ഞു. ആദ്യം സംസാരിക്കാൻ വിസമ്മതിച്ചെങ്കിലും പിന്നീട് ഐൻസ്റ്റീന്റെ തലച്ചോറിനെക്കുറിച്ച് ഹാർവി സംസാരിച്ചു. ഐൻസ്റ്റീന്റെ തലച്ചോറ് ഗവേഷണത്തിനാണ് എടുത്തതെന്ന് ഹാർവി സമ്മതിച്ചു. ഇത്രയും കാലം അതിൽ വിവിധ പഠനങ്ങൾ നടത്തിയിരുന്നുവെന്ന് ഹാർവി വ്യക്തമാക്കി. 1985 ഐൻസ്റ്റീൻ മരിച്ച ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷം തലച്ചോറിനെക്കുറിച്ചുള്ള തന്റെ ഗവേഷണം സംഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രബന്ധവും പ്രസിദ്ധീകരിച്ചു. ഐൻസ്റ്റീന്റെ തലച്ചോറിൽ 2 തരം കോശങ്ങളുടെ അസാധാരണമായി ഉയർന്ന അനുപാതം ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ന്യൂറോണുകളും ഗ്ലിയൽ കോശങ്ങളുമാണ് അവ. ഇതിനെ തുടർന്ന് 5 ഗവേഷണ ഫലങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചു. ഐൻസ്റ്റീന്റെ തലച്ചോറിലെ കോശങ്ങളെക്കുറിച്ചും തലച്ചോറിന്റെ ആകൃതിയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ അതിലുണ്ടായിരുന്നു. ഒടുവിൽ 2014 പഠനം പ്രസിദ്ധീകരിക്കുന്നത്. എന്നാൽ എല്ലാവരും ഈ പഠനത്തിന്റെ ഫലങ്ങൾ അംഗീകരിച്ചിരുന്നില്ല. ഇത് ഐൻസ്റ്റീന്റെ കഴിവുകളെ വിലകുറച്ച് കാണുന്നുവെന്നാണ് ചില വിമർശകർ പറയുന്നത്.